ഹായ് ഓൾ 10th പ്രിലിംസിൻ്റെ 2 ഘട്ടങ്ങളിലെ എക്സാം കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ചില ഏരിയകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഏരിയകളാണ് മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ, മൗലികാവകാശങ്ങൾ. ഈ 3 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇനിയുള്ള എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ 3 ടോപ്പിക്കും നിർബന്ധമായിട്ട് നോക്കുക. ഇത് നമ്മുടെ സിലബസിലുള്ളതാണ്. പക്ഷേ സിലബസിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാം എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ഈ 3 എണ്ണമാണ്. അതുപോലെ വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഈ 2 ടോപ്പിക്കാണ് അതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഒരുപാട് ഡീപ്പായിട്ടൊന്നും നോക്കണ്ട, അത്യാവശ്യം മെയിൻ പോയിന്റ്സ് എല്ലാം തന്നെ ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. അതുപോലെ കുറിച്യർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇത് നമ്മുടെ എന്താണ് ഹിസ്റ്ററിയുടെ പാർട്ടിലുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം കൂടി നോക്കുക. കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യനിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ആൻസറാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറിച്യർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കണം. അതുപോലെ മണ്ണിനങ്ങളും ഉത്തരപർവ്വത മേഖലയും ഈ ജോഗ്രഫിയുടെ പാർട്ടിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഇപ്പം മിക്ക ക്വസ്റ്റ്യനിലും നമ്മുടെ 9th ജോഗ്രഫിയുടെ ഇതാണ് കൂടുതലായിട്ട് കയറി വരുന്നത്. അതായത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് മാറിയ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SSCRT പഠിക്കുമ്പോൾ 9th ജോഗ്രഫി ഒന്ന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊന്ന് വായിച്ച് നോക്കണം. അതുപോലെ ഉത്തരപർവ്വത മേഖല നമ്മൾ പഴയ കണ്ടുപോയ കുറേ ക്വസ്റ്റ്യൻസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് പുതിയ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കുക കേട്ടോ. മണ്ണിനങ്ങൾ കേരളത്തിലൊന്നും അല്ല ചോദിച്ചു കണ്ടത്, എങ്കിലും മണ്ണിനങ്ങളോ എന്നൊരു ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്. പൊതുവായിട്ട് മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് നോക്കാൻ ശ്രമിക്കണേ. അതുപോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഗാന്ധിജിയെക്കുറിച്ചുള്ള എല്ലാ ഫാക്റ്റുകളും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ VD ഭട്ടതിരിപ്പാടിനെ ഇപ്പോൾ 2 ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദം, വൈകുണ്ഠസ്വാമികൾ ഈ പറയുന്നവരെയൊക്കെ, അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ, ഇതൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്ന ഏരിയയാണ്. പക്ഷേ അതുകൊണ്ട് ഇനിയും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നെക്സ്റ്റ് ആ പാർട്ടിൻ്റെ തൊട്ടടുത്ത പാർട്ടുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ട് കൂടി ഈ ഭാഗങ്ങൾ ഈ പറഞ്ഞ പേരിലുള്ളവരുടെ ഫാക്റ്റുകൾ കൂടി ഒന്ന് നിർബന്ധമായിട്ടും നോക്കുക. ഇനിയുള്ള എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇതൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്താണെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ഫേസിലെ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയകളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക്, ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ പാർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് റിവിഷൻ എക്സാമുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്